നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം വിശദമായ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം കൈമാറി. 600 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനത്തിന് ദുരന്തം സംഭവിച്ചത്. ആകാശത്തെ 32 സെക്കൻഡുകൾ. ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം സ്തംഭിച്ചു. എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിൻ്റെ സ്വിച്ച് ഓഫാക്കിയ നിലയിൽ. ആരാണ് സ്വിച്ചുകൾ ഓഫാക്കിയത് എന്ന് പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നു. തനിക്കറിയില്ല എന്ന് സഹ പൈലറ്റ്. താനല്ല സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് സഹ പൈലറ്റ് പറയുന്നതിനിടയിൽ വിമാനം താഴേക്ക് പതിക്കുന്നു. ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് പെട്ടെന്ന് തന്നെ സ്വിച്ചുകൾ ഓണാക്കി. എന്നാൽ അപ്പോഴേക്കും വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. എഞ്ചിനുകൾ തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിമാനങ്ങൾ തകർന്നു വീണു. 600 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് ഇന്ധന സ്വിച്ചുകൾ ഓഫാണ് എന്ന വിവരം പൈലറ്റ് മനസ്സിലാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ 600 അടി ഉയരത്തിലെത്തിയ സമയത്ത് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്ന് വ്യക്തമായി. അപകടത്തിൽ പെടുന്ന സമയത്ത് വിമാനത്തിലെ റാം എയർ ടർബൈൻ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സംവിധാനങ്ങൾ നിശ്ചലമാകുന്ന സാഹചര്യങ്ങളിലാണ് RAT പ്രവർത്തന സജ്ജമാവുക. ഒരേ സമയം 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതോടെ വലിയ ദുരന്തത്തിലേക്ക് വിമാനം കൂപ്പുകുത്തി. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ആ വിമാനം പറന്നുയർന്ന് 32 സെക്കൻഡുകൾ. ആ ഓരോ സെക്കൻഡിലും എന്താണ് സംഭവിച്ചത് എന്ന് വിശദമാക്കിയിരിക്കുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ. 270 ആളുകളാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ലോകം ഒറ്റുനോക്കിയിരുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ 12-ാം തീയതി ഇന്ത്യയുടെ B787-8 വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്ന ആ നിമിഷങ്ങൾ തൊട്ട് ഓരോ സെക്കൻഡുകളിലും എന്താണ് സംഭവിച്ചത് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്തത് 11:17-ന്. ബേ 34-ൽ ഈ വിമാനം പാർക്ക് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്താൽ ഉടൻ തന്നെ ജീവനക്കാർ പൈലറ്റ് ഡിഫക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പതിവ്. ഇവിടെയും പൈലറ്റ് ഡിഫക്റ്റ് റിപ്പോർട്ട് ആദ്യം തയ്യാറാക്കി. തുടർന്ന് എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഫ്ലൈറ്റ് ഇൻറ്ററപ്ഷൻ മാനിഫെസ്റ്റ് പ്രകാരം പരിശോധനകളും പരിഹാര നടപടികളുമൊക്കെ പൂർത്തിയാക്കി. ഒടുവിൽ 12:10-ന് തുടർ യാത്രയ്ക്കായി വിമാനം സജ്ജമായി. A171 എന്ന വിമാനം അഹമ്മദാബാദിൽ നിന്നും ഗാറ്റ്വിക്കിലേക്ക് പറക്കാൻ തയ്യാറായി നിലകൊണ്ടു. 1:10-നാണ് വിമാനം പറന്നുയരേണ്ടത്. മുംബൈയിൽ നിന്നുള്ള 2 പൈലറ്റുമാരും തലേന്ന് തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. 10 ക്യാബിൻ ക്രൂവാണ് ഇവർക്ക് പുറമേയുള്ളത്. വിമാനം പറത്തുന്നതിന് മുൻപ് പൈലറ്റുമാർക്ക് ആവശ്യമായ വിശ്രമ സമയം ലഭിച്ചിരുന്നുവെന്ന് വ്യക്തം. സഹ പൈലറ്റ് വിമാനം പറത്തുന്ന ചുമതലയിൽ. പൈലറ്റ് ഇൻ കമാൻഡിന് പൈലറ്റ് മോണിറ്ററിംഗ് ചുമതല. എല്ലാം സജ്ജമായി. പതിവ് പോലെ പൈലറ്റുമാർ വിമാനത്താവളത്തിലെത്തി 11:55-ന് ബ്രത്ത് അനലൈസർ പരിശോധനയും നടത്തി. ഇരുവരും വിമാനം പറത്താൻ സജ്ജരാണ് എന്ന് അധികൃതർ കണ്ടെത്തി. 12:35-ന് ജീവനക്കാർ ബോർഡിങ്ങിനായി എത്തി. 54,200 കിലോ ഇന്ധനം വിമാനത്തിൽ. ടേക്ക് ഓഫ് ഭാരം 2,12,401. ഈ വിമാനത്തിൽ പരമാവധി അനുവദനീയമായിട്ടുള്ളത് 2,18,183 കിലോഗ്രാം. ചുരുക്കത്തിൽ അനുവദനീയ ഭാരത്തേക്കാൾ കുറവായിരുന്നു വിമാനത്തിൻ്റെ ലോഡ്. ബേ 34-ൽ നിന്ന് വിമാനം ടേക്ക് ഓഫിനൊരുങ്ങി. 1:37-ന് ടേക്ക് ഓഫ് ക്ലിയറൻസ് നൽകുന്നു. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 18 മിനിറ്റും 38 സെക്കൻഡുമായപ്പോൾ വിമാനം ബേ 34-ൽ നിന്ന് പുറപ്പെടുന്നതായി ചിത്രങ്ങൾ. 1:25 കഴിഞ്ഞ് 15 സെക്കൻഡായതോടെ വിമാനം ടാക്സി ക്ലിയറൻസിന് വേണ്ടിയുള്ള അഭ്യർത്ഥന നടത്തി. എയർ ട്രാഫിക് കൺട്രോൾ അനുവദിക്കുന്നു. 1 മിനിറ്റിന് ശേഷം വിമാനം ബേയിൽ നിന്ന് ടാക്സി വേ R4 വഴി റൺവേ 23-ലേക്ക് ടാക്സി ചെയ്തു. പിന്നീട് പിന്നോട്ട് പോയി ടേക്ക് ഓഫിനായി കാത്തു നിൽക്കുന്നു. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 32 മിനിറ്റും 3 സെക്കൻഡും.
വിമാനം നിലത്ത് നിന്ന് ടവർ നിയന്ത്രണത്തിലേക്ക് മാറുന്നു. ഒടുവിൽ 1 മണി കഴിഞ്ഞ് 37 മിനിറ്റും 33 സെക്കൻഡും ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിക്കുന്നു. 1:37 കഴിഞ്ഞ് 37 സെക്കൻഡ് ആയപ്പോൾ വിമാനം ചലിക്കാൻ തുടങ്ങി. ഒടുവിൽ 1 മണി കഴിഞ്ഞ് 38 മിനിറ്റും 39 സെക്കൻഡും വിമാനം ഉയർന്നു പൊങ്ങി. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വിമാനത്തിന്റെ എയർ ഗ്രൗണ്ട് സെൻസറുകൾ എയർ മോഡിലേക്ക് മാറി. ലിഫ്റ്റ് ഓഫിന് അനുസൃതമായി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഒടുവിൽ 1 മണി കഴിഞ്ഞ് 38 മിനിറ്റും 42 സെക്കൻഡും വിമാനം പരമാവധി 180 നോട്ട് എയർ സ്പീഡിലേക്ക്. അതിനുശേഷം എൻജിൻ 1ഉം എൻജിൻ 2ഉം ഇന്ധന സ്വിച്ചുകൾ ഓഫായ നിലയിലേക്ക്. 1 സെക്കൻഡ് സമയ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി റൺ സ്ഥാനത്ത് നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് ഇന്ധന സ്വിച്ചുകൾ. ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്. ഇതിന് പിന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ള അട്ടിമറി സാധ്യതകളുണ്ടോ? എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചതിനെ തുടർന്ന് ടേക്ക് ഓഫിൽ തകരാറ്. വെറും 5 സെക്കൻഡുകൾക്കുള്ളിൽ മിനിമം ഹൈ സ്പീഡിന് താഴേക്ക് വിമാനം പതിക്കാൻ തുടങ്ങി. തുടർന്നാണ് ഹൈഡ്രോളിക് പവർ വിതരണം ചെയ്യാൻ തുടങ്ങുന്നത്. എൻജിൻ 1ന്റെ കോർ ഡീസലറേഷൻ നിലച്ചു. റിവേഴ്സ് ചെയ്ത് വീണ്ടെടുക്കലിലേക്ക് പുരോഗമിക്കാനുള്ള ശ്രമം. എൻജിൻ 2 വീണ്ടും പ്രകാശിക്കുമെന്ന പ്രതീക്ഷ. എന്നാൽ കോർ സ്പീഡ് ഡീസലറേഷന് കഴിയുന്നില്ല. കോർ സ്പീഡ് ആക്സിലറേഷനും സാധിക്കുന്നില്ല. 1 മണി കഴിഞ്ഞ് 39 മിനിറ്റും 5 സെക്കൻഡും പൈലറ്റുമാരിൽ ഒരാൾ മെയ്ഡേ എന്ന് വിളിക്കുന്നു. പിന്നീട് വെറും 6 സെക്കൻഡുകൾ കൂടി ഡേറ്റ റെക്കോർഡിംഗ് പൂർണ്ണമായി നിലച്ചു. ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകൾ നിലച്ചത് വെറും 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ. എന്തുകൊണ്ടാണ് സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് എന്ന ഒരു പൈലറ്റിന്റെ ചോദ്യം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന മറ്റേ പൈലറ്റിന്റെ മറുപടി. ഇവിടെയാണ് അട്ടിമറി സൂചനകൾ നിലനിൽക്കുന്നതും. എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം എൻജിൻ 1ന്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പെട്ടെന്ന് തന്നെ കട്ട് ഓഫ് മോഡിൽ നിന്ന് റണ്ണിലേക്ക് പൂർവ്വസ്ഥിതിയിലാക്കി. സ്വിച്ചുകൾ ഓഫാക്കപ്പെട്ടതാണ് വിമാനത്തിന്റെ മുന്നോട്ട് പോകാനുള്ള കുതിപ്പ് നഷ്ടപ്പെടാനുള്ള കാരണം. എല്ലാം സംഭവിച്ചത് വെറും 32 സെക്കൻഡുകൾക്കുള്ളിൽ. ഒരിക്കൽ ഓഫായ എൻജിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ 2 മിനിറ്റിലേറെ സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്യാനുള്ള കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മനഃപൂർവ്വം സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണോ എന്ന് സംശയം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നു. അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒരു പൈലറ്റ് അറിയാതെയാണ് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ വിമാനം പറന്നുയരാൻ തുടങ്ങിയത് എന്ന് വ്യക്തം. ഇന്ധന സ്വിച്ചിന്റെ ലോക്ക് ഉയർത്താതെ ഓഫ് ചെയ്യാനാകില്ല. ഇവിടെയാണ് മാനുഷിക പിഴവാണോ അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നിൽ എന്ന സംശയം ശക്തമാകുന്നത്. പരിചയസമ്പന്നരായ 2 പൈലറ്റുമാർ. ഒരിക്കലും അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു മാനുഷിക പിഴവ് സംഭവിക്കില്ല എന്ന് വ്യക്തം. റാം എയർ ടർബൈൻ ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ പ്രവർത്തന സജ്ജമായത് ഒരു കാര്യം വ്യക്തമാക്കുന്നു. റാറ്റ് പുറത്തു വന്നതായി CCTV ദൃശ്യങ്ങളിലുമുണ്ട്. എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പൈലറ്റിന് ഈ മോഡ് ഓൺ ചെയ്യാൻ കഴിയും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. വിമാനം നിയന്ത്രിക്കുന്ന ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായ ദിശയിൽ. പൈലറ്റുമാർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമില്ല. അട്ടിമറിയുടെ പ്രാഥമിക തെളിവുകളില്ല എന്ന് അധികൃതർ പറയുമ്പോഴും ഒട്ടനവധി സംശയങ്ങൾ നമുക്ക് മുന്നിൽ. ജൂൺ 12-ാം തീയതി ബോയിംഗ് ഡ്രീം ലൈനർ 787-8 സംഭവിച്ചത് എന്താണ് എന്നതിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നു. സങ്കീർണമായ ഒരു പ്രഹേളിക പോലെ പൈലറ്റുമാരുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ പൈലറ്റുമാർ സാഹചര്യം രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. പൂർണ്ണമായും ഇന്ധനം നിറച്ച വിമാനം പെട്ടെന്ന് തന്നെ താഴേക്ക് കൂപ്പുകുത്തി മെഡിക്കൽ വിദ്യാർത്ഥികളുള്ള ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ചു കയറി. അവിടെ അത് പൊട്ടിത്തെറിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാളൊഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു. 8200 മണിക്കൂർ പറക്കൽ പരിചയമുള്ള ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനായ ക്യാപ്റ്റൻ സുമീത് സബർവാളാണ് വിമാനം പൈലറ്റ് ചെയ്തത്. 1100 മണിക്കൂർ പറക്കൽ പരിചയമുള്ള ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറിന്റെ സഹായത്തോടെ 2 പൈലറ്റുമാരും ആരോഗ്യത്തോടെ വിമാനം പറത്താൻ തുടങ്ങിയിരുന്നു. ഇന്ധന സ്വിച്ചുകൾ നിയന്ത്രിക്കാൻ ഒരു ലോക്കിംഗ് സവിശേഷത ഇത്തരം വിമാനങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാനുഷിക പിഴവിനുള്ള സാധ്യത വളരെ വിദൂരം. വിമാനത്താവള CCTV ദൃശ്യങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്.
ലിഫ്റ്റ് ഓഫ് ചെയ്ത ഉടൻ തന്നെ റാം എയർ ടർബൈൻ പ്രവർത്തന സജ്ജമായിരുന്നു. ഇരട്ട എഞ്ചിൻ തകരാർ അല്ലെങ്കിൽ പൂർണ്ണമായ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് തകരാർ സംഭവിക്കുമ്പോഴാണ് റാറ്റ് പ്രവർത്തിക്കുന്നത്. വിമാനപാതയുടെ പരിസരത്ത് കാര്യമായ പക്ഷികളുടെ സാന്നിധ്യമില്ല എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വിമാനത്താവളത്തിന്റെ ചുറ്റളവ് മതിൽ കടക്കുന്നതിന് മുൻപ് വിമാനം ഉയരം കുറയാൻ തുടങ്ങി. 1980കളിൽ ഡെൽറ്റ എയർലൈൻസിന്റെ ഒരു വിമാനത്തിന്റെ പൈലറ്റ് താൻ പറത്തിക്കൊണ്ടിരുന്ന ബോയിങ് 767 വിമാനത്തിന്റെ എഞ്ചിനുകളിലെ ഇന്ധനം അബദ്ധത്തിൽ വിച്ഛേദിച്ചു. എന്നാൽ ആ സാഹചര്യത്തിൽ വിമാനം ആകാശത്ത് വളരെ ഉയരക്കൂടുതലിൽ അദ്ദേഹത്തിന് അവ പുനരാരംഭിക്കാൻ കഴിഞ്ഞു എന്നത് ചരിത്രം പറയുന്നു. അബദ്ധമല്ല, അട്ടിമറിയാണോ എന്ന് സംശയം ഇവിടെ ബലപ്പെടുന്നതും അതുകൊണ്ട് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.